മോർണിംഗ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ടാണ്. സൗണ്ടിൻ്റെ ബേസ് ഡി ബിയിലാണ് അളക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ട് എന്ന് പറയുന്ന ഒരു പോർഷൻസാണ്. ദി വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസിയാണ് ബേസായിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് സൗണ്ടിനെ തിരിച്ചിരിക്കുന്നത്. വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. അത് നമ്മൾ സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ശബ്ദം തരംഗങ്ങളായി സഞ്ചരിക്കുന്നു. ഈ തരംഗത്തിൻ്റെ ആ ഫോമിനെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു അളവുണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി സൗണ്ടായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ശബ്ദം തരംഗമായി പോകുന്നു. നമ്മൾ ഡിജിറ്റലി അത് പല രീതിയിൽ നമുക്ക് ഫോമായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും. ഡിജിറ്റൽ ഫോമിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫ് നമുക്ക് വ്യക്തമായിട്ട് കാണാനും പറ്റും. We have already learned in our high school physics that sound traveled in the form of wave. All type of sound have the following properties. എല്ലാ ശബ്ദത്തിനും 3 ടൈപ്പ് പ്രോപ്പർട്ടീസാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒന്നാമത് വേവ് ലെങ്ത്, രണ്ടാമത് ആംപ്ലിറ്റ്യൂഡ്, മൂന്നാമത് ഫ്രീക്വൻസി. അപ്പോൾ ഈ തരംഗത്തിൻ്റെ ആ രൂപത്തെ വെച്ചുകൊണ്ട് അതിൻ്റെ ഫോമിലെ മാറ്റങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മളതിനെ പരിശോധിക്കുകയും ചെയ്യുന്നത്. ഞാനതിൻ്റെ പിക്ചർ നോട്ട്സും കൂടെ അയച്ചു തരുന്നതാണ്, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നത്. ഇത്രയൊന്നും ഡീപ്പായിട്ടൊന്നും മൾട്ടിമീഡിയ പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ നിങ്ങൾക്കുള്ളൂ. മൾട്ടിമീഡിയ ഫണ്ടമെൻറ്റ്സ് അറിയുമ്പോൾ എന്നാലും അറിഞ്ഞിരിക്കുന്നവർക്ക് അത് വളരെ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അത് പ്രത്യേകം ഞാനിത് പഠിപ്പിക്കുന്നത്. ഇത് മൾട്ടിമീഡിയ പഠിക്കുന്നവർക്കും സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്കും ഒക്കെ ഉണ്ട്. പിന്നെ സൗണ്ട് എഫക്റ്റ് എടുത്തിട്ട് പ്രത്യേകം പഠിക്കുന്ന ബേസിസിലെ ആൾക്കാർക്കൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കലാപരമായ അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിമീഡിയ ഒരു ഫേസിൽ വരുമ്പോൾ അതെങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് അറിയാൻ, ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പോയിൻ്റ് ഓൺ ദി വേവ് ആൻഡ് കറസ്പോണ്ടിങ് പോയിൻ്റ് ഓൺ ദി നെക്സ്റ്റ് വേവ്. ഇങ്ങനൊരു തരംഗത്തിൻ്റെ ഈ ഒരു തരംഗത്തിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ അതേ തരംഗത്തിൻ്റെ വേറൊരു മടക്കിലെത്തുന്ന ആ ഒരു അകലത്തെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് കണക്കാക്കുന്നത്. അത് വളരെ ഈസിയാണ്. ഞാനൊരു പിക്ചർ അയച്ചു തരുമ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. ഇൻഡിക്കേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി സൗണ്ട് വേവ്, ഹൗ ലൗഡ് ആൻഡ് സൗണ്ട് ഈസ്. ദി ഹയർ ദി ഹൈറ്റ് ഓഫ് ദി വേവ്, ദി ലൗഡ് ഈസ് ഇറ്റ് ഈസ്. ആംപ്ലിറ്റ്യൂഡ് ആൾസോ ഇൻഡിക്കേറ്റഡ് ഹൗ സ്ട്രോങ് എ സൗണ്ട് ഈസ്. നമ്മൾ ആംപ്ലിഫയർ എന്നൊക്കെ എല്ലാവരും കേട്ടോണം. നമ്മൾ ഒരു മൈക്കിൻ്റെ അടുത്ത് നിന്ന് സാധാരണ സംസാരിക്കുന്നത് നമുക്ക് എത്ര ഉച്ചത്തിൽ വേണേലും പുറത്തോട്ട് മൈക്ക് വെച്ചിട്ട് അത് നമ്മളൊരു പുറത്ത് വലിയ സ്പീക്കറിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ ശബ്ദം തരംഗമാണ് ഇങ്ങനെ കാണിക്കുമെങ്കിൽ ഈ ശബ്ദത്തിൻ്റെ ഈ ഉയർച്ചയ്ക്കനുസരിച്ച് ഈ തരംഗത്തിൻ്റെ അളവ് ഇങ്ങനെ ഉയർന്നതാണ്. ആ ഉയർച്ച, അതിൻ്റെ നീളം, അതിൻ്റെ ഹൈറ്റ്, ഇത് വീതിയാണ്. ഇങ്ങനെ തരംഗം അത് ക്രമമായിട്ട് പോകുന്നു. ഇങ്ങനെ സരിഗമ എന്ന് പാടുമ്പോൾ ഓരോ തരംഗത്തിൻ്റെയും ആ അകലച്ചയ്ക്കും ഒക്കെ വ്യത്യാസം. അതുപോലെ ഇങ്ങനെ ശബ്ദം, ഈ ശബ്ദത്തിൻ്റെ വ്യത്യാസം ഈ തരംഗത്തിൽ വരുമ്പോൾ ഇങ്ങനെ മേലോട്ടും താഴോട്ടും കണക്കാക്കിയിട്ടുള്ള അത് ഉപയോഗിക്കുന്നു. ഇത്രയുള്ള അതിൻ്റെ ഹൈറ്റ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ശബ്ദത്തിനെയാണ് ശബ്ദം ഉയർത്താനും താത്താനും കഴിവുള്ള പ്രത്യേക ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയും ചെയ്യും. സാധാരണ ലെവലിൽ അതിൻ്റെ ഒച്ച കൂടുന്നതിന് ഇത്ര ആംപ്ലിഫൈഡ് ലൗഡ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്. തരംഗത്തിൽ വരുമ്പോൾ അതിൻ്റെ ഹൈറ്റാണ് ഉദ്ദേശിക്കുന്നത്. വേവായിട്ടാണ് ശബ്ദം പോകുന്നത്. ഈ രണ്ട് കാര്യം കഴിഞ്ഞാൽ പിന്നെ ഫ്രീക്വൻസിയാണ്. ഇറ്റ്സ് എ നമ്പർ ഓഫ് ടൈംസ് ദി വേവ് ലെങ്ത് ഒക്കേർഡ് ഇൻ 1 സെക്കൻഡ് എന്ന് പറയാം. വിബ്രാട്ടേഴ്സൊക്കെ ഗ്രൗണ്ട് വളരെ താത്തി സൗണ്ട് പിടിക്കില്ലേ, അതിന് നമ്മൾ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ടാണ് പിച്ച് എന്ന് പറയുന്നത്. 1 സെക്കൻഡ്. ഇഫ് ദി സൗണ്ട് സോഴ്സ് വൈബ്രേറ്റഡ് ഫാസ്റ്റർ ദി ഫ്രീക്വൻസി ഈസ് ഹൈ. നമ്മൾ വൈബ്രേഷൻ കൊടുക്കുമ്പോൾ അനുസരിച്ച് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി കൂടി വരും. അതുകൊണ്ട് ഈ വലിയ ഘനമുള്ള ശബ്ദങ്ങളെ നമ്മൾ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ വൈബ്രേഷൻ കണക്കാക്കിയിട്ട് അതിനെ നമ്മൾ പറയുന്ന ഇത് തന്നെ. ഇഫ് യു എക്സാമിൻ ടു വേ ഓഫ് ദി സ്ട്രം ഓഫ് ദി
guitar. It will be different from this thud on the table. ഗിറ്റാറിലടിക്കും കേൾക്കുമ്പോഴും നമ്മളൊരു ഡെസ്കിലടിക്കുമ്പോഴും രണ്ട് ടൈപ്പ് ഫ്രീക്വൻസീസാണ്. അപ്പോൾ ദി മീൻസ് ദി ഹയർ ദി നമ്പർ ഓഫ് വൈബ്രേഷൻ ഫ്രം ദി സൗണ്ട് സോഴ്സ്. സൗണ്ട് സോഴ്സിൽ നിന്ന് കൂടുതൽ വൈബ്രേഷൻസ് വരുന്നതിനെ നമ്മളെന്ത് പറയും? ഫ്രീക്വൻസി വ്യത്യാസം എന്ന് പറയും. ഇൻ ടേൺ ദി ഹയർ ദി ഫ്രീക്വൻസി ദി ഹയർ ദി പിച്ച്. അപ്പോൾ നല്ല എന്നൊക്കെ ഇങ്ങനെയുള്ള ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അതിന് ഫ്രീക്വൻസി, അതിൻ്റെ പിച്ച് കൂടുതൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അതിൻ്റെ ഓരോരുത്തരുടെ പിച്ച് ഓരോ ശബ്ദം ഉള്ള ആൾക്കാർക്ക് ഓരോ പിച്ചാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ അത് ചിത്ര പാടുന്ന പോലെ യേശുദാസിന് പാടുന്നു, അല്ലെ യേശുദാസ് പാടുന്ന പോലെ എം ജി ശ്രീറാം പാടും. അതുപോലെയല്ല നമ്മുടെ ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരുടെ ശബ്ദം കേൾക്കുമ്പോൾ തോന്നും. അപ്പോൾ ഓരോരുത്തരുടെ ശബ്ദത്തിനും എൻ്റെ ശബ്ദം പോലെയല്ല വേറെയാണ്. ഈ ശബ്ദവ്യത്യാസങ്ങളെ നമ്മൾ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ശബ്ദത്തിൻ്റെ ഘനഗാംഭീര്യവും അതിൻ്റെ കൂടുതൽ വ്യത്യാസങ്ങളെയും നമ്മൾ അളക്കുന്ന ഫ്രീക്വൻസി അളക്കുന്നതിന് കിലോ ഹർട്സ്, വലിയ കെ, ചെറിയ എച്ച്, വലിയ സെറ്റ്, ചെറുതായിട്ട് കിലോ ഹർട്സ് എന്ന് പറയും. KH സാധാരണ പരീക്ഷിക്കുന്ന ഫ്രീക്വൻസി മെഷർ ദ കിലോ ഹർട്സ്. ഫ്രീക്വൻസി മെഷർ കിലോ ഹർട്സ്, KHZ. ഇത് ഓർത്തിരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ DB, ഡിസേബിൾഡ് യൂണിറ്റ് കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ സൗണ്ടിനെ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ടൈപ്പ് ഓഫ് പ്രോഗ്രാം സൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ സൗണ്ടിനെ നമുക്ക് സ്പീച്ച് ഓർ സ്പോക്കൺ സൗണ്ട്, സൗണ്ട് ഇഫക്റ്റ് ആൻഡ് മ്യൂസിക്, അങ്ങനെ മൂന്നായിട്ട് നമ്മളെ സൗണ്ടിൻ്റെ പ്രോഗ്രാംസിനെ, മറ്റേ നമ്മൾ പഠിച്ചത് സൗണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ പഠിക്കുന്നത് പ്രോഗ്രാം സൗണ്ടുകളെ നമ്മൾ മൂന്നായിട്ട് നമ്മൾ കേൾക്കുന്ന, നമ്മൾ ഉപയോഗിക്കുന്ന, ഡിജിറ്റലൈസ് ചെയ്യാനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കുന്ന ശബ്ദത്തെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് സ്പീച്ച് ഓർ സ്പോക്കൺ സൗണ്ട്, ഒരാൾ വർത്തമാനം പറയുന്നു അല്ലെങ്കിൽ മറ്റൊരു ശബ്ദം മനുഷ്യന് മാത്രം കഴിയുന്ന ഒരു ശബ്ദത്തെ, അതിനെ നമ്മൾ സ്പീച്ച് ഓർ സ്പോക്കൺ സൗണ്ട്, ഒരാൾ സ്പീച്ച് ചെയ്യുന്നതും അല്ലെങ്കിൽ അയാൾ വർത്തമാനം പറയുന്നതിന്. പിന്നെ സൗണ്ട് ഇഫക്റ്റ്, രണ്ടാമത് സൗണ്ട് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, നമ്മളെവിടെ നിൽക്കുമ്പോഴും നമുക്ക് ചുറ്റുള്ള ആംബിയൻസിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. ശരിക്കും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ, നമ്മളൊരു താള് പറിക്കുമ്പോൾ, നമ്മളിങ്ങനെ കൊട്ടുമ്പോൾ, ഇതിങ്ങനെ അനക്കുമ്പോൾ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ശബ്ദം, ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഒത്തിരി സൗണ്ട് ഇഫക്ട്സുകളുണ്ട്. അതിൽ ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. കൃത്രിമം ഒറിജിനൽ റെക്കോർഡിങ് നടക്കുന്ന, ഓൺ ദ സ്പോട്ട് റെക്കോർഡിങ് നടക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ചെവിയിലേക്ക് കയറും. പക്ഷേ അതിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് ദൂരെയുള്ള ശബ്ദങ്ങൾ അതിൽ കയറാതിരിക്കാൻ പ്രത്യേകതരം മൈക്കുകൾസ് ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടം വരെയുള്ള ശബ്ദം, ഇവിടെ ഒരു കോളർ മൈക്ക് അല്ലെങ്കിൽ ലാപ്പൽ മൈക്ക് എന്നൊക്കെ പറയുന്ന ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന, ഇൻ്റർവ്യൂസിനൊക്കെ ഉപയോഗിക്കുന്ന മൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരമുള്ള ശബ്ദം മാത്രമേ അത് പിടിക്കുകയുള്ളൂ. കുറച്ച് ദൂരെ നിന്നുള്ള ശബ്ദം അങ്ങോട്ടേക്ക് മൈക്ക് എടുക്കത്തില്ല. നേരെ മറിച്ച് കണ്ടൻസ്ഡ് ആയിട്ടുള്ള പല മൈക്കുകളും ചുറ്റുമുള്ള ശബ്ദങ്ങളെ ഒമിനി ഡയറക്ഷനിൽ ചുറ്റും നിന്നും ഉള്ള ശബ്ദങ്ങളെ കുറേ ദൂരെ നിന്നുള്ളതാണെങ്കിലും പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ സൗണ്ട് റെക്കോർഡിങ്ങിനും സ്റ്റുഡിയോയ്ക്കകത്താണെങ്കിൽ അത് സൗണ്ട് പ്രൂഫ് റൂം അല്ലെങ്കിൽ അക്കൂസ്റ്റിക് ആയിട്ടുള്ള ശബ്ദ സംവിധാനം ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് അക്കൂസ്റ്റിക് എന്ന് പറയുന്നത്. ആ അക്കൂസ്റ്റിക് ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക മൈക്ക് ഉപയോഗിക്കും. ചെറിയ 100-50 രൂപ തൊട്ടുള്ള മൈക്ക് മുതൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മൈക്കുകൾ അതിൻ്റെ പർപ്പസ് അനുസരിച്ച് ചെയ്യും. അപ്പോൾ സൗണ്ടിൻ്റെ പ്രോഗ്രാംസുകളെ സ്പീച്ച് ഓർ സ്പോക്കൺ സൗണ്ട് എന്നും, രണ്ടാമത് സൗണ്ട് ഇഫക്റ്റുകളെന്നും, മൂന്നാമത്തെ മ്യൂസിക്. സൗണ്ട് ഇഫക്റ്റ് സാധാരണ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും കൊടുക്കും. ഒരു വാതിൽ തുറക്കുമ്പോൾ ശബ്ദം വരിക, അടുക്കളയിൽ നിന്നുള്ള ശബ്ദം നമ്മളിവിടെ നിന്ന് കേൾക്കുക. അപ്പോൾ അടുക്കളയിൽ എന്ത് പാത്രമൊക്കെ വീഴുന്നു. അതുപോലെ നമ്മളിവിടെ നിൽക്കുന്ന ഒരു ട്രെയിൻ, ഞാൻ എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് പുറകിൽ ട്രെയിനിൻ്റെ ഒരു ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ പുറകിൽ കൂടി ട്രെയിൻ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് തോന്നും. അത് നമ്മൾ കൃത്രിമമായിട്ട് ചെയ്താൽ അങ്ങനെയാണ് സാധാരണ ഫിലിമുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ക്ലോസപ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടൊന്നും കാണിക്കാതെ തന്നെ ശബ്ദം കൊണ്ട് തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ ഉണ്ട്. ഞാൻ സംസാരിക്കുന്നതും മറ്റുള്ളവർ സംസാരിക്കുന്നതും ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ സബ്ജക്റ്റ്. ഇതല്ലാതെ നമ്മൾ
നമ്മുടെ ഇമോഷൻസുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ മ്യൂസിക് കളിക്കാറ്. ഒരാണും പെണ്ണും ഒക്കെ സിനിമയിൽ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ഇമോഷൻസിന് വേണ്ടി മനസ്സ് ആഹ്ലാദമാണെന്ന് തോന്നാൻ വേണ്ടി ഉടനെ അവരുടെ രണ്ടുപേരും കൂടെ പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് നേരെ സ്വിറ്റ്സർലാൻഡിൻ്റെ റോഡിൽ കൂടെ പാട്ടും പാടി ഇങ്ങനെ വരുന്നു. ഇത് തന്നെ നമ്മുടെ റോഡിലും പാതിരാത്രിയൊക്കെ ചില ആൾക്കാർ വണ്ടി കൊണ്ടിട്ടിട്ട് റോഡിൻ്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിക്കുന്ന പോലുള്ള സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അവരുടെ മനസ്സിൻ്റെ എൻജോയ്മെൻറ്റാണ്. ഇതെല്ലാം നമ്മൾ ഇമോഷണലായിട്ട് സിനിമയിലൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി മ്യൂസിക് വയ്ക്കുന്നപ്പോൾ ഒരാൾ കരയുന്ന, അയാളുടെ മനസ്സ് വിഷമിക്കുമ്പോൾ നമ്മൾ പുറയുന്നൊരു പിയാനോയുടെ ബാത്തോസ് ഇട്ട് കൊടുക്കുന്നതും മനസ്സ് ആഹ്ലാദം കൊള്ളുമ്പോൾ അടിപൊളിയായി ശബ്ദം ഇട്ട് കൊടുക്കുന്നതും, ഇങ്ങനെ ഓരോ പർപ്പസിനനുസരിച്ച് നമ്മൾ മ്യൂസിക്സുകൾ അതിനകത്ത് മിക്സ് ചെയ്ത് ചേർക്കാം. അത് കല എന്ന നിലയിൽ സിനിമയ്ക്കകത്തോ അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങളിലേക്ക് വിഷ്വൽ ഇഫക്ട്സുകളെ കൊണ്ടുവന്നിട്ട് നമുക്ക് ബോറടിക്കാതിരിക്കാനും കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനും കൂടുതൽ ആളുകളുടെ സംഗീതാത്മകമായ ആസ്വാദനത്തിനും ആ കലയെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ മ്യൂസിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ അതിൻ്റെ കൂടെ ഈ സ്പീച്ച് ഓർ സ്പോക്കൺ സൗണ്ട് ഇഫക്റ്റ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മൾട്ടിമീഡിയ പഠിക്കുന്നവർ ഓർത്തിരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. സൗണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നതിന് കിലോ ഹർട്സ്, KHz എന്ന് പറയുന്നതാണ് ഉപയോഗിക്കുന്നത്. ശബ്ദം തരംഗമായിട്ടാണ് പോകുന്നത്. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സ്ഥലത്തെയും ഡിസേബിൾ യൂണിറ്റ് DB നമ്മൾ നേരെ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും സൗണ്ടിനെ കുറിച്ച് ബേസ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്.